നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് സരുവിന് ആകെപ്പാടെ സങ്കടമായി. ഇത്ര സമയമായിട്ട് ഇതെന്താ അവൻ വരാത്തെ? രാവിലെ ഗ്രൗണ്ടിലേക്ക് പോരുന്ന സമയത്ത് അവൻ വരാന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഈ സമയത്ത് കിരൺ പറഞ്ഞു, അതെ കുറച്ച് സമയമല്ലേ നടക്കാൻ തുടങ്ങിയിട്ട്, ഇനി ഞാൻ കുറച്ച് സമയം എക്സസൈസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇത്തിരി അങ്ങോട്ട് മാറുവാണ്. അപ്പോഴേക്കും സരി ഓർത്തു, ഇതാണ് പറ്റിയ അവസരം. അവൻ വരുവാണെങ്കിൽ കല്യാണം തീർക്കാനായിട്ട് പറ്റിയ അവസരം. ഇവളങ്ങ് തീർന്നു കിട്ടുവാണെങ്കിൽ എന്ത് രസമായിരുന്നു. താൻ കിരണിനെയും കൊണ്ട് ഗ്രൗണ്ടിലിടയ്ക്ക് നടക്കാൻ വരുന്ന കാര്യം. അപ്പോഴേക്കും സരി ആ കാര്യം ഇങ്ങനെ മനസ്സിൽ സങ്കല്പിക്കുകയാണ്. കുറച്ചു ദൂരം നടന്നു കഴിയുമ്പോഴത്തേനും താൻ മടുത്ത് കഴിഞ്ഞ് വീഴാൻ പോകുമ്പോഴത്തേനും കിരൺ തന്നെ കയറി പിടിക്കുന്നത്. എന്താ സരു എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നത്. അപ്പോഴേക്കും സരുവിനൊരു ചിരിയൊക്കെ വന്നു. അത് കണ്ടിപ്പോ കല്യാണി ചോദിച്ചു, എന്താ സരു, എന്താ ചിരിക്കണേ എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും സരുവിന് അബദ്ധം മനസ്സിലായി. ദൈവമേ, പണി പാളിയെന്നൊരു ചിന്ത. താൻ അറിയാതെ ഓരോ സ്വപ്നങ്ങളൊക്കെ കണ്ട് ചിരിച്ചു പോയതാണ്. ആ സമയം സരയു പറഞ്ഞു, അത് പിന്നെ ഒരുത്തൻ അവിടെ നിന്ന് കസർത്ത് കാണിക്കുന്നുണ്ടല്ലോ, അത് കണ്ട് ചിരിച്ചാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കല്യാണി കിരണിനെ നോക്കണം. അപ്പൊ കിരൺ അവിടെ നിന്ന് പുഷപ്പ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതാണോ? അത് കിരണേന്റെ ഒരു 100 എടുക്കൂന്ന് പറഞ്ഞു. ഇതൊന്നും ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവര് മുന്നോട്ട് നടക്കുവാണ്. ഈ സമയം സരുവിന് ആകെപ്പാ ടെൻഷനാ. ഇതെന്താ അവൻ പറ്റിക്കുവാണോ ചെയ്ത്? വരാന്ന് പറഞ്ഞിട്ട് എന്താ ഇതുവരെയായിട്ടും വരാത്തെ? അപ്പോഴേക്കും ഒരു ബൈക്ക് അവിടെ ഗ്രൗണ്ടിന് പുറത്തു കൊണ്ട് നിർത്തി. അതിനകത്തുനിന്ന് 2 ചെറുപ്പക്കാരിറങ്ങി. മാസ്ക് ഒക്കെ വെച്ചാ. ഒരാൾക്ക് വിക്രത്തിൻ്റെതായ ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അവന്മാരാണോ ഇതെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. അങ്ങനെ അവന്മാർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്നു. അവർക്ക് നേരെ വരുവാണ്. അങ്ങനെ പാസ് ചെയ്ത് പോകാൻ തുടങ്ങുമ്പോഴത്തേനും കിരൺ ഓടി അങ്ങോട്ടേക്ക് വന്നു. കിരണ് നല്ല സംശയം ഉണ്ടായിരുന്നു. കിരൺ പെട്ടെന്ന് വന്നിട്ട് കല്യാണി പറഞ്ഞു, കല്യാണി സൂക്ഷിക്കണം, ഇവന്മാര് മാസ്ക് ഒക്കെ വെച്ചാ വന്നിരിക്കുന്നത്. ഇനിയിപ്പോ ആ വിക്രത്തിന്റെ കൂട്ടാളികളാണോന്ന് അറിയത്തില്ല. ഏത് വിധേന അവന്മാര് വരുമല്ലോ എന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, അങ്ങനെയൊന്നും ഓർത്ത് കിരണേടാ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. സരി ഇങ്ങനെ ആലോചിക്കുവാണ്, എങ്ങാനും ആണോ ഇനി കിരൺ പറഞ്ഞു കണക്ക്. ചിലപ്പോ അവൻ ആരെയും വിട്ടതായിരിക്കോ, ഒന്നും അറിയത്തില്ല. പക്ഷെ എന്താ ഇങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ല. ഇത്ര സമയമായിട്ട് വന്നുമില്ലല്ലോ. എന്തൊക്കെ പ്രതീക്ഷയോടുകൂടി ഇങ്ങോട്ട് വന്നേ. തോക്കും കൊടുത്ത് അവനെ വിട്ടാ എന്നിട്ട് അവൻ തന്നെ ചതിച്ചോ എന്നൊക്കെ ഒരു ചിന്ത സരുവിന്റെ മനസ്സിലുണ്ടായി. ആ സമയം താര ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുവാണ് സരിയു പറഞ്ഞ കാര്യങ്ങളൊക്കെ. തന്റെ മോൾക്ക് അച്ഛനായിട്ട് അവനെ വേണമെന്നുള്ള കിരണിനെ വേണം. അതിനു വേണ്ടിയിട്ട് കല്യാണി എത്രയും പെട്ടെന്ന് തീരണം. കല്യാണി ഞാൻ തീർക്കൂ എന്നൊക്കെ പറഞ്ഞ്. ദൈവമേ, അപകടമാണോ? സരി ഒന്നും നടക്കാനും പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ഒരു ചിന്ത താരയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് താര ഒരു നിമിഷം ഇങ്ങനെ ആലോചിക്കുവാണ്. സരുവിന് തടയിട്ടേ മതിയാവുള്ളൂ. സത്യങ്ങളൊക്കെ വിളിച്ചു പറയാനും പറ്റില്ല. താര പെട്ടെന്ന് ഫോൺ കയ്യിലെടുത്തു. കല്യാണിക്ക് ഒരു മെസ്സേജ് അയക്കുവാണ്. ഈ സമയത്ത് കല്യാണിയും കിരണും സരയും കൂടെ നടക്കുകയാണ്. അപ്പോഴാണ് കല്യാണിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വിടുന്നത്. കല്യാണി നോക്കി, താരാൻ്റെ ആണല്ലോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് സരി ഒന്ന് ഞെട്ടി. താരാൻ്റെയോ? എന്താ മെസ്സേജ് അയച്ചിരിക്കുന്നത് കിരൺ ചോദിച്ചു. സൂക്ഷിക്കണം കേട്ടോ മോളെ എന്നാന്ന്. അത് കേട്ടതും സരുവിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. സരി പറഞ്ഞു, അമ്മയ്ക്ക് നല്ല പേടിയുണ്ടെന്ന് തോന്നേ. ഞാൻ ഇങ്ങോട്ടേക്ക് പോരുന്ന സമയത്തും അമ്മ പറഞ്ഞായിരുന്നു സൂക്ഷിച്ചു വേണം പോവാനായിട്ട്. ആ വിക്രം ഇറങ്ങിയിരിക്കല്ലേ, അപകടങ്ങളൊന്നും സംഭവിക്കരുത്. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, എന്ത് അപകടം സംഭവിക്കാനാ? അപകടം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, അതെ ഞാനാണെ വീട്ടിലിരുന്ന് ആകെപ്പാടെ ബോറടിക്കുന്നുണ്ടായിരുന്നു. എത്ര ദിവസം എന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമല്ലേ. ഇനിയിപ്പോൾ എനിക്ക് യാത്രയൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലേ കിരണേട്ടാന്ന് ചോദിച്ചു. കുഴപ്പമില്ല, ഇനിയിപ്പോൾ പതുക്കെ യാത്രയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പോഴാ ഒരു സമാധാനമായത്. അല്ല, താരാൻ്റെ ഒരു ടെൻഷൻ ഇതായിട്ട് മാറിയില്ലേ? താരാൻ്റിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കിരണ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സരിയു പറഞ്ഞു, ഉണ്ട്, അമ്മയ്ക്ക് നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞു. വിഷമോ? അതെ, സുഖമാണെന്ന് വെച്ചാൽ അത്ര സുഖമല്ല. കാരണം കല്യാണിക്ക് ഉണ്ടായിരിക്കുന്ന ഓരോ അപകടങ്ങളും കാര്യങ്ങളൊക്കെ അമ്മ അറിയുന്നുണ്ടല്ലോ. അതൊക്കെ ഓർക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുകൊണ്ടൊക്കെയാ അമ്മയ്ക്ക് കല്യാണിയെ കാണാൻ വരാനായിട്ടൊരു മടി എന്തോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു, ആ കാര്യം ഒന്നും ഓർത്ത് പേടിക്കണ്ട, എനിക്ക് താരാൻ്റിയെ കാണാൻ വരണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് കേട്ട് ഞാൻ എന്തായാലും താരാൻ്റിയെ കാണാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. സരിയോടാണെങ്കിൽ ഭയങ്കര ദേഷ്യമായിരുന്നു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സരി വീട്ടിലേക്ക് വരുവാണ്. കാരണം ഉദ്ദേശിച്ച കാര്യങ്ങളും നടന്നില്ലോ. അപ്പൊ ആ ദേഷ്യം കൂടെ ഉണ്ടായിരുന്നു. താര അവിടെ ഹാളിൽ തന്നെ ഇരിക്കുന്നതായിരുന്നു. സരയും കൂടെ പാഞ്ഞു എന്ന് താരയുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ്. കല്യാണിയോട് സൂക്ഷിക്കണം മോളേന്ന്. സൂക്ഷിക്കണം എന്ന് പറയാൻ നിങ്ങൾ ആരാ? നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇങ്ങനത്തെ മെസ്സേജ് ഒന്നും അയക്കരുതെന്ന്. നിങ്ങൾ എന്തു പരിപാടിയാണ് കാണിച്ചതെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും താര പറഞ്ഞു, അയ്യോ മോളെ അങ്ങനെ പറയരുത്, ഞാൻ വേറൊന്നും അയച്ചിട്ടില്ലാന്ന്. അയച്ചിട്ടില്ല നിങ്ങൾക്ക് കൊള്ളാം.
അവർക്ക് എന്നെ ഒരു സംശയം ഇല്ലാതിരിക്കുന്ന സമയം. ആ സമയം നിങ്ങൾ അവരുടെ മനസ്സിലേക്ക് സംശയങ്ങൾ കുത്തി നിറയ്ക്കുവാണോ? എങ്ങാനും അവരെന്നെ സംശയിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഞാൻ തീർത്തേനെന്ന് പറഞ്ഞു. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്നോടല്ല സ്നേഹം, അവളോടാന്ന് എനിക്കറിയാം. അതെ, പാവമല്ല കല്യാണി മോളെന്ന് പറയാം. പാവോ? അപ്പൊ പിന്നെ ഞാൻ ആരാ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും ദേഷ്യപ്പെടുവാണ് സരയു. അവരെ കഴുത്തിന് പിടിച്ച് കുത്തിപ്പിടിക്കുകയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ചു വലയ്ക്കുകയോ എന്തൊക്കെയാ കാണിക്കണം സരയുന് പോലും അറിയണ്ടായിരുന്നില്ല. സരയു പറഞ്ഞു, നിങ്ങളെ അമ്മയായിട്ട് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞ ഇനിയിപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കും. അറിയാലോ, കുറെ കാലം എന്നെ കാണാതെ ഞാൻ അരികിലില്ല, നിങ്ങൾ വേദനിച്ചല്ലേ. മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ആ വേദന കിട്ടും. അറിയാലോ, ഞാനൊരു കാര്യം തീരുമാനിച്ച നിങ്ങളെ വേണ്ടെന്ന് വെച്ചാൽ പിന്നെ വേണ്ടെന്ന് വെച്ചാൽ തന്നെ എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി വല്ലയിടത്തും ഇരുന്നോണം. എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആ കിരണിനോടും കല്യാണിയോടും ഒക്കെ പറയാൻ പോയാലുണ്ടല്ലോ, പിന്നെ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. അവരോടൊന്നല്ല, ആരോട് പറഞ്ഞാലും നിങ്ങളെ ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയു ഭീഷണിപ്പെടുത്തുവാണ്. താരയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? താരയ്ക്കറിയാം സരുവിന്റെ സ്വഭാവം എന്താ എങ്ങനെയാന്നൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നീട് പ്രകാശം വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും കാദംബരി അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. അച്ഛാ എന്ത് പറ്റി അച്ഛാ? അച്ഛന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം എന്ന് ചോദിച്ചു. അതിന് പ്രകാശം മറുപടി ഒന്നും പറഞ്ഞില്ല. പ്രകാശനകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും കല്യാണി ചോദിച്ചു, അച്ഛൻ എന്താ അച്ഛന്റെ മുഖമൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കണേ? അച്ഛൻ എന്തായാലും അമ്മൂമ്മയുടെ അടുത്താന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും കാർത്തിയും കൂടെ ഇറങ്ങി വന്നു. ഈ സമയത്ത് പ്രകാശം പറഞ്ഞു, എന്റെ 3 പെൺമക്കളും എന്നോടൊപ്പം ഉണ്ടല്ലോ. എന്റെ പെൺമക്കൾക്ക് ഒരു പ്രശ്നമില്ല. എന്റെ പെൺമക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് 3 മക്കളുണ്ട്. അത് കേട്ടപ്പോ കാർത്തിക പറഞ്ഞു, 3 അല്ലല്ലോ 4 പേരുണ്ടല്ലോ. ഇപ്പൊ ഒരുത്തനും കൂടെ പുറത്തിറങ്ങിയിട്ടില്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രകാശിനോട് നിമിഷം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ, നിങ്ങൾ എന്നോടൊപ്പം ഒരു സ്ഥലം വരെ വരണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കാർത്തി ചോദിച്ചു, എവിടെ വരാനായിട്ട്? എന്നോടൊപ്പം വരാൻ പറഞ്ഞു. ആ സമയത്ത് കാദംബരി ചോദിച്ചു, അച്ഛാ എങ്ങോട്ട് കൊണ്ടാണ് ഞങ്ങളെ? ഇനി അവന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞോ അച്ഛനോട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടെല്ലാം പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു, ഇന്നലെ ഞാൻ അവനോടൊപ്പം ആയിരുന്നു പറഞ്ഞു. കല്യാണി ചോദിച്ചു, അവനോടൊപ്പോ? അതെങ്ങനെ ശരിയാവോ അച്ഛാ? അതാണോ അച്ഛന് ഇന്നലെ അമ്മൂമ്മയുടെ അടുത്തേക്ക് പോകുമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. പ്രകാശൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷെ പ്രകാശം പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു, നിങ്ങൾ എന്നോടൊപ്പം ഒരു സ്ഥലം വരെ പറഞ്ഞെന്ന്. അപ്പോഴേക്കും കാദംബരി പറഞ്ഞു, അച്ഛൻ എന്തൊക്കെയാ പറയണെന്ന് ചോദിച്ചു. കാർത്തി പറഞ്ഞു, ഓഹോ, അപ്പൊ അവന്റെ മുന്നിലേക്ക് ഞങ്ങളെ കൊണ്ട് ഇട്ട് കൊടുക്കാനായിരിക്കുമല്ലേന്ന് ചോദിച്ചു. കല്യാണി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. അച്ഛന്റെ ആഗ്രഹം അതാണെങ്കിൽ അത് നടക്കട്ടെ കാർത്തിയേച്ചി, നമുക്ക് പോകാന്ന് പറഞ്ഞു. അല്ല കല്യാണി, നിനക്കതിന് യാത്ര ചെയ്യാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. പ്രകാശം പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, പക്ഷേ മോൾ എന്നോടൊപ്പം ഒന്ന് വരണം. ഇന്നൊരു ദിവസം വന്നേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. കാദംബരിയൊക്കെ എതിർത്തെങ്കിലും കല്യാണി പറഞ്ഞു, എനിക്കൊരു പ്രശ്നമില്ല, നമുക്ക് അച്ഛനോടൊപ്പം വാ. അച്ഛന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ പ്രകാശൻ അവരെയും കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലത്തേക്ക്, ആ വീട്ടിലേക്ക്, വിക്രം ഉണ്ടായിരുന്ന വീട്ടിലേക്ക് എല്ലുവാണ്. അങ്ങനെ പ്രകാശൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തത്. ഒടുവിൽ മുറ്റത്തെത്തിക്കഴിഞ്ഞപ്പോഴത്തേനും കാദംബരി ചോദിച്ചു, എന്താച്ചാ ഇതെന്താ ഇവിടെ ആരാ ഉള്ളേ? ഇവിടെ അവരുണ്ടോ? ആ വിക്രം ഉണ്ടോ എന്ന് ചോദിച്ചു. പ്രകാശം മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും കാർത്തി പറഞ്ഞു, എന്താച്ചാ ഒന്നും പറയാത്തേ? അപ്പൊ അവൻ പറഞ്ഞിട്ട് ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നായിരിക്കില്ലേ? ഞങ്ങളെ കൊല്ലാൻ വേണ്ടിട്ടായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. എന്താ മക്കളെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിച്ചു. അല്ല, അച്ഛന്റെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. ഇനിയിപ്പൊ അവനോടൊപ്പം ചേർന്നാണെന്ന് അറിയത്തില്ലല്ലോ. കല്യാണി പറഞ്ഞു, എന്താണെങ്കിലും ആയിക്കോട്ടെ, ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങി കഴിഞ്ഞപ്പോ പ്രകാശന് ആ സിറ്റൗട്ടിലേക്ക് പോയി ഇരിക്കുവാണ്. കല്യാണി ചോദിച്ചു, ഇതെന്താ വെച്ചാ ഇവിടെ ഇരിക്കുന്നേ? അകത്തേക്ക് കയറുന്നില്ലേന്ന് ചോദിച്ചു. കാദംബരി പറഞ്ഞു, വേണ്ട കല്യാണി, കയറണ്ട. ചിലപ്പോ അവനകത്ത് ഇങ്ങനെ ഏത് പരുവത്തിലാന്ന് അറിയത്തില്ല. ചിലപ്പോ നമ്മളെ ഇല്ലാതാക്കാനായിട്ട് അച്ഛൻ കൂട്ടിക്കൊണ്ടു വന്നായിരിക്കും. വേണ്ടാന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞേ, ഞാൻ എന്താണ് അകത്തേക്ക് കയറാൻ തന്നെ തീരുമാനിച്ചു. നിങ്ങക്ക് വരാനായിട്ട് ഭയമുണ്ടെങ്കിൽ നിങ്ങൾ വരണ്ട, നിങ്ങൾ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. പ്രകാശൻ അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ കല്യാണി പിന്നാലെ പോവാണ്. കാദംബരിക്കും കാർത്തിക്കും പോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അകത്ത് കയറി കഴിഞ്ഞിട്ട് അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഒന്നും കണ്ടില്ല. പിന്നീട് പ്രകാശൻ മുന്നോട്ട് ചെന്നു, ഹാളിലേക്ക് ചെന്നു. ഹാളിലേക്ക് ചെന്നിട്ട് ഒരു നോക്ക്, അതേ നോക്കെന്ന് പറഞ്ഞു. എൻ്റെ മകനെ കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ അവർ ഞെട്ടിപ്പോയി. ഒരു മുഴം കയറി കിടന്ന് തൂങ്ങിയാടുന്ന വിക്രത്തിനെ ഒരു നിമിഷം കല്യാണിയും കാദംബരിയൊക്കെ അലമുറയിട്ട് പോയി. അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. അച്ഛാ എന്താ അച്ഛാ അതെന്ന് ചോദിച്ചു. അതെ, ഞാൻ അവനെ തീർത്തു മോളെ. ഇനി അവൻ ജീവനോടെ ഇരിക്കില്ല. എൻ്റെ പെൺമക്കൾക്ക് സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കാം. ഒരു കമ്പി എവിടെ എടുത്ത് അവനെ തലക്കടിച്ച് ആദ്യം ഞാൻ അവൻ്റെ ബോധം കെടുത്തു വെച്ചത്. പിന്നീട് അവനെ ഇല്ലാതാക്കിയത്. പക്ഷെ അവനോട് ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരെയാകാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ നേരെയാകില്ലെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെയ്തു. ദേ കിടക്കുന്ന വിക്രമാദിത്യ മഹാരാജാവിനെ പോലെ ഞാൻ അവനെ വളർത്തിക്കൊണ്ട് വന്നാന്ന് പറഞ്ഞു.
എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഓരോന്ന് പുലമ്പുവാണ്. കാർത്തിക്കും കല്യാണിക്കും ഒക്കെ എന്ത് ചെയ്യണമെന്നറിയില്ല. അവര് പ്രകാശനെ കെട്ടിപ്പിടിച്ച് വാവിട്ട് നിലവിളിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഇനിയിപ്പം നമ്മൾ കണ്ടു സമയങ്ങളൊക്കെ മാറ്റുവാണ്. രാത്രി 10:30 സമയം മാറ്റുവാണ്. അതേ ദിവസമൊന്നും ഉണ്ടാകത്തില്ല, കാരണം വിക്രത്തിന്റെ മരണവും നടന്നല്ലോ. ഇനി സരുവിന്റെ ചതികളൊക്കെ പുറത്തു വരണം. അതധികം വൈകാതെ തന്നെ സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.